നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 12, 2025 ചൊവ്വ. ഇന്ന് വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഇന്ത്യയുടെ CPI-യും WP ഇൻഫ്ലേഷൻ ഡേറ്റകൾക്ക് മുന്നോടിയായിട്ടും US-ന്റെ ഇൻഫ്ലേഷൻ ഡേറ്റകൾക്ക് മുന്നോടിയായിട്ടും മാർക്കറ്റില് ഇന്ന് ആദ്യത്തെ സെക്ഷനില് പ്രതീക്ഷകൾ വർദ്ധിച്ചതിന്റെ ഫലമായിട്ട് IT, ഓട്ടോ, മെറ്റൽ തുടങ്ങി മറ്റ് പ്രധാനപ്പെട്ട സെക്ടറുകളിൽ ഉണ്ടായ നേട്ടമാണ് ഇന്നത്തെ മാർക്കറ്റിന്റെ തുടക്കത്തിൽ ദൃശ്യമായത്. എന്നാൽ ഇന്ന് നമ്മുടെ മാർക്കറ്റിന് ആ നേട്ടങ്ങൾ നിലനിർത്താൻ ആയില്ല. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിച്ചത് പ്രധാനമായും 6 ഘടകങ്ങളാണ്. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് വെയിറ്റ് ചെയ്തിരുന്ന ഓസ്ട്രേലിയയുടെ RBIയുടെ ഭാഗത്തു നിന്ന് വന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനെ കുറിച്ചും UK-യിൽ നിന്ന് വന്ന അൺഎംപ്ലോയ്മെന്റ് റേറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിനും ചെറിയ ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആണ് ദൃശ്യമായതെങ്കിൽ കൂടിയിട്ടും അവിടെ നിന്നും തൽക്ഷണം മാർക്കറ്റ് മുന്നോട്ട് കുതിക്കുന്ന കാഴ്ച ദൃശ്യമായി. തൽഫലമായി ഇന്ന് രാവിലെ 10 മണിയോടുകൂടി നമ്മുടെ മാർക്കറ്റ് ഇന്ന് അതിന്റെ ഡേ ഹൈ ടച്ച് ചെയ്യുകയുണ്ടായി. നിഫ്റ്റി രാവിലെ 10 മണിയോടുകൂടി അതിന്റെ ഡേ ഹൈ ആയ 24,702 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നതായിട്ടും ദൃശ്യമായി. രാവിലെ 11:10 മുതൽ വൈകുന്നേരം 3 മണി വരെ നിഫ്റ്റി 24,500 എന്ന ലെവലിനും 24,600 എന്ന ലെവലിനും ഇടയിലായിട്ട് കൺസോളിഡേറ്റ് ചെയ്ത് നിന്നുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് സെക്ഷൻ ആയിരുന്നു ഇന്ന് ദൃശ്യമായതെങ്കിലും ഉച്ചതിരിഞ്ഞ് 3 മണിയോടുകൂടി നിഫ്റ്റി 24,500 എന്ന സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്യുന്ന കാഴ്ചയും ദൃശ്യമായി. തൽഫലമായി നിഫ്റ്റി 79 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 24,487 എന്ന നിലയിൽ വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. സെൻസെക്സിൽ നിന്ന് 368 പോയിന്റുകൾ നഷ്ടപ്പെട്ടപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് 467 പോയിന്റുകളുടെ നഷ്ടമാണ് നേരിടേണ്ടി വന്നത്. തത്സമയം ഫിൻ നിഫ്റ്റിക്ക് 270 പോയിന്റുകളും നഷ്ടമായി. ഇന്ന് ഇന്ത്യ വിക്സിൽ 1% ഉയർച്ച ദൃശ്യമായി ഫ്ലാറ്റായ ക്ലോസിംഗ് ആണ് ഇന്ന് ഇന്ത്യ വിക്സ് നടത്തുകയുണ്ടായത്. ഇന്ന് NSEയിൽ 1306 കമ്പനികൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ 1392 കമ്പനികൾ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയും ദൃശ്യമായി. മാരുതി സുസുക്കി, ഹീറോ മോട്ടോകോർപ്പ്, ടെക് മഹേന്ദ്ര, M&M, NTPC തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിക്കുന്ന കാഴ്ച ദൃശ്യമായപ്പോൾ ബജാജ് ഫൈനാൻസ്, HUL, ട്രെൻഡ്, HDFC ബാങ്ക്, നെസ്ലെ തുടങ്ങിയ സ്റ്റോക്കുകൾ നഷ്ടം നേരിടുന്ന കാഴ്ചയും ദൃശ്യമായി. ഇന്ന് ബോർഡർ മാർക്കറ്റ്സിലേക്ക് നോക്കുമ്പോൾ BSE മിഡ് ക്യാപ്പിന് 0.2% നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ സ്മോൾ ക്യാപ്പ് ഫ്ലാറ്റ് ആയിട്ടുള്ള ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയത്. സെക്ടർ വൈസ് നോക്കുമ്പോൾ മിക്സ്ഡ് ട്രെൻഡ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നിന്നും ദൃശ്യമായത്. ഓട്ടോ, ഫാർമ, മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, IT, മീഡിയ തുടങ്ങിയ സെക്ടറുകളിൽ 0.3% മുതൽ 0.7% ഉയർച്ച ദൃശ്യമായപ്പോൾ FMCG, റിയാലിറ്റി, ബാങ്ക്, കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ മേഖലകളിൽ 0.5% ഇടിവും ഇന്ന് അനുഭവപ്പെടുകയുണ്ടായി. ഇന്ത്യൻ രൂപ ഇന്നും അമേരിക്കൻ ഡോളറിനെതിരെ 5 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് 87.70 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്ന് നമ്മുടെ മാർക്കറ്റ് ടൈമില് പ്രധാനപ്പെട്ട 2 ഗ്ലോബൽ ഇവന്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തേത് രാവിലെ 10 മണിയോടുകൂടി ഓസ്ട്രേലിയയിൽ നിന്നും RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ആയിരുന്നു. ഓസ്ട്രേലിയൻ RBIയുടെ ഭാഗത്തു നിന്നും ഇൻട്രസ്റ്റ് റേറ്റില് 0.25% ബേസിസ് പോയിന്റ് കട്ട് നടത്തിക്കൊണ്ട് തൽഫലമായി 3.85% നിന്നും 3.6% ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറയ്ക്കുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റ് ആയിരുന്നു രാവിലെ 11:30 UK-യിൽ നിന്നുമുള്ള ജൂൺ മാസത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. അവസാന 3 മാസത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് മെയ് മാസത്തെ പോലെ തന്നെ 4.7% തന്നെ വരികയുണ്ടായി. തത്സമയം അവസാനത്തെ 3 മാസം മുതൽ 6 മാസം വരെയുള്ളതും അതുകൂടാതെ 6 മാസം മുതൽ 1 വർഷം വരെയുള്ള അൺഎംപ്ലോയ്മെന്റ് റേറ്റില് വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി. അമേരിക്കയുമായിട്ടുള്ള വ്യാപാരത്തിൽ ഉണ്ടാകുന്ന ശുഭാപ്തി വിശ്വാസത്തിലുള്ള വർധനവ് മൂലം തന്നെ
ടെക് സ്റ്റോക്കുകളിലുണ്ടായ റാലി മൂലം ഇന്ന് ജപ്പാന്റെ നിക്കി 225 പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന കാഴ്ചയും ദൃശ്യമായി. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ചെറിയ ഒരു ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആണ് ദൃശ്യമായെങ്കിലും അവിടെ നിന്ന് 3/4 മണിക്കൂർ കൊണ്ട് അതിശക്തമായ റാലി നമ്മുടെ മാർക്കറ്റിന് നടത്താൻ സാധിച്ചെങ്കിലും അവിടെ നിന്നും ഗ്രാജുവലി ഇന്ന് നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തിലേക്ക് പതിക്കാനുണ്ടായ 6 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഒന്നാമതായിട്ട് തന്നെ ഓഗസ്റ്റ് 15-ന് US പ്രസിഡന്റ് ട്രംപും പുടിനും തമ്മിലുള്ള ഔദ്യോഗിക മീറ്റിംഗിന് മുന്നോടിയായിട്ട് മാർക്കറ്റിലുണ്ടായ ജാഗരൂകത തന്നെയാണ്. മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതുപോലെ ഇന്ന് യുഎസിന്റെ ഭാഗത്ത് നിന്നും ചൈനയുടെ മുകളിലുണ്ടായിരുന്ന ട്രേഡ് താരിഫിന്റെ പോസ് 90 ദിവസം കൂടി നീട്ടി നൽകി. മാത്രമല്ല ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചകളുടെയും അനുനയ ചർച്ചകളുടെയും ഫലം മുൻകൂട്ടി ആർക്കും പ്രസ്താവിക്കാൻ പറ്റുന്നില്ല. കാരണം US പ്രസിഡന്റ് തീരുമാനങ്ങൾ അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ 2 ദിവസം ബാക്കി നിൽക്കെ ഇന്ന് മാർക്കറ്റും നിക്ഷേപകരും ഇതിനു മുന്നോടിയായിട്ട് ജാഗ്രത പാലിക്കുന്ന ഒരു കാഴ്ച ദൃശ്യമായതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ മാർക്കറ്റില് നേരിയ ഇടിവിലേക്ക് നയിക്കാൻ പ്രധാനപ്പെട്ട കാരണം. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയ രണ്ടാമത്തെ ഘടകം ഇന്ത്യയിൽ നിന്നും US-ൽ നിന്നും വരാനിരിക്കുന്ന ഇൻഫ്ലേഷൻ ഡേറ്റകൾ തന്നെയാണ്. ഇന്ന് നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 5:30 ഇന്ത്യയുടെ CPI, WPI ഇൻഫ്ലേഷൻ ഡേറ്റകൾ റിലീസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല US-ൽ നിന്നും ജൂലൈ മാസത്തെ ഇൻഫ്ലേഷൻ ഡേറ്റകൾ പുറത്തു വരുന്നുണ്ട്. മൂന്നാമതായി വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും തുടർച്ചയായി വരുന്ന സെല്ലിംഗ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ക്യാഷ് മാർക്കറ്റിൽ സെൽ നടത്തുന്ന കാഴ്ച ദൃശ്യമായി 1202 കോടി രൂപയുടെ മേൽ. അതേസമയം വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും ഫ്യൂച്ചർ മാർക്കറ്റിലെ ഷോർട്ട് പൊസിഷൻസും വർദ്ധിപ്പിക്കുന്ന കാഴ്ചകളാണ് ദൃശ്യമാകുന്നത്. ഇന്നലത്തെ ഡേറ്റകൾ അനുസരിച്ച് നിലവിൽ 1.79 ലക്ഷം കോടി രൂപയ്ക്കാണ് ഫ്യൂച്ചർ മാർക്കറ്റിലെ ഷോർട്ട് പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. തുടർച്ചയായി വരുന്ന ഈ രണ്ട് ആക്ടിവിറ്റിയും, അതായത് ക്യാഷ് മാർക്കറ്റിലെ സെല്ലിങ്ങും ഫ്യൂച്ചർ മാർക്കറ്റിലെ ഷോർട്ട് പൊസിഷൻ വർദ്ധിപ്പിക്കുന്നതും നമ്മുടെ മാർക്കറ്റിനെ ദിനംപ്രതി തളർത്തിക്കൊണ്ടിരിക്കുന്നു. നാലാമതായി ഇന്ന് ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ നേരിയ വർധനവാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേരിയ നഷ്ടത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. ഇന്ന് ബ്രെന്റ് ക്രൂഡ് ഫ്യൂച്ചേഴ്സിലൊക്കെ 0.33% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ന് ക്രൂഡ് ഓയിലിലുണ്ടായ നേരിയ വർധനവും നമ്മുടെ മാർക്കറ്റിനെ നേരിയ രീതിയിൽ ബാധിക്കുകയുണ്ടായി. അഞ്ചാമതായി ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്കുണ്ടായ മൂല്യശോഷണം തന്നെയാണ്. ഇന്നും ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ മുൻപ് കണ്ടതുപോലെ 5 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് 87.70 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഉണ്ടാകുന്ന ഇടിവ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ നമ്മുടെ മാർക്കറ്റിൽ നിന്നും വിറ്റൊഴിക്കാൻ കാരണമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണമായതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യൻ രൂപയിൽ ഉണ്ടായ ഇടിവും നമ്മുടെ മാർക്കറ്റിന്റെ ഇടിവിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറി. ആറാമതായിട്ട് വീക്കായ ഗ്ലോബൽ ക്യൂസ് തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെയും നഷ്ടത്തിലേക്ക് നയിക്കുകയുണ്ടായത്. ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ നമ്മൾ കണ്ടു, തുടർച്ചയായി 2 ദിവസങ്ങളിൽ റെക്കോർഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നാസ്ഡാക്ക് ഇന്നലെ ഇടിയുന്നത്. മാത്രമല്ല S&P 500 ഇന്നലെ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. മാത്രമല്ല ഇന്ന് കീ ഏഷ്യൻ മാർക്കറ്റ്സിലെ സൗത്ത് കൊറിയൻ മാർക്കറ്റും ഹോങ്കോങ് മാർക്കറ്റുകളുടെയൊക്കെ മോശമായ പ്രകടനവും നമ്മുടെ മാർക്കറ്റിനെയും ഒരു പരിധിവരെ തളർത്തുകയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ US-ലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 25 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ഫ്രാൻസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടും അതേസമയം ജർമ്മൻ മാർക്കറ്റ് 0.5% നഷ്ടത്തോടു കൂടിയും വ്യാപാരം തുടരുന്നു. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ നിലവിൽ ബ്രെന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലിലും ഇടിവ് ദൃശ്യമാണ്. തത്സമയം ഗോൾഡിൽ നേരിയ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ ഇന്ന് IPO 67% പ്രീമിയത്തിലെ നേട്ടത്തോടുകൂടി BSEയിലും NSEയിലും ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. ലിസ്റ്റിംഗിനു ശേഷം 5% റാലിയും സ്റ്റോക്കിൽ ദൃശ്യമായി. HAL നെറ്റ് പ്രോഫിറ്റിൽ 4% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 1435.59 കോടി രൂപയിൽ നിന്നും 1377 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. തത്സമയം റവന്യൂവിൽ 11% ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. ഐനോക്സ് ഗ്രീൻ എനർജി 182 മെഗാവാട്ടിന്റെ പുതിയ വിൻഡ് പവർ പ്രോജക്ട് കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനിയുടെ ബോർഡിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായി. ANK ഹോട്ടൽസിലും
പ്രൈഡ് ഹോസ്പിറ്റാലിറ്റീസിലും 51% സ്റ്റേക്ക് കമ്പനി അക്വിസിഷൻ ചെയ്യുന്നതായിട്ട്. ഹിൻഡാൽകോ 30% ഉയർച്ച കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിക്കൊണ്ട് 3074 കോടി രൂപയിൽ നിന്നും 4004 കോടി രൂപയായി ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. യാത്ര 1 Q1 റിസൾട്ടില് നെറ്റ് പ്രോഫിറ്റിൽ 298% വർധനവ് രേഖപ്പെടുത്തിയതിന്റെ ഫലമായിട്ടും റവന്യൂ ഇരട്ടിയിലേറെ വർദ്ധിച്ചതിന്റെ ഫലമായും മാത്രമല്ല കമ്പനിയുടെ ഡെപ്റ്റ് കുറച്ചതിന്റെ ഫലമായിട്ടും ഇന്നും സ്റ്റോക്കിൽ റാലി ദൃശ്യമായി. തൽഫലമായി തുടർച്ചയായ 2 ട്രേഡിംഗ് സെഷനിലുണ്ടായ റാലിയുടെ ഫലമായിട്ട് 40% ഉയർച്ച 2 ട്രേഡിംഗ് സെഷന് കൊണ്ട് സ്റ്റോക്കിൽ ദൃശ്യമായി. അബൌട്ട് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റിൽ 7.27% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 365.86 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 11.16% ഉയർച്ച രേഖപ്പെടുത്തി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.